ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 15 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ സംഖ്യാപുസ്തകം 24-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും 15-ാം അധ്യായം 15-ാം വാക്യം 15-ഉം 17-ഉം വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ ഒരു പ്രവാചകൻ യേശുവിനെ കുറിച്ച് ആദ്യമായിട്ട് പ്രവചിക്കുന്നു. ബാലാം എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദിയാണ് ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് പ്രവചിക്കുന്നത്. മോഹാബ് രാജാവായ ബാലാക്കിന്റെ പ്രവാചകനാണ് ബാലാം. അവൻ സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ വരാൻ പോകുന്ന രക്ഷകനെ കുറിച്ച് അവൻ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട്. പ്രവചനം ഇങ്ങനെയാണ്: യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രമുദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോലുയരും, അത് മോഹാബിന്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിന്റെ പുത്രന്മാരെ സംവഹിക്കുകയും ചെയ്യും എന്ന ബാലാമിന്റെ ഈ പ്രവചനം ഈ ദിവസങ്ങളിൽ പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണല്ലോ. നമുക്കറിയാം, ബാലാമിനെ കൊണ്ടുവരുന്നത് ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? ഇസ്രായേൽ മക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ ശപിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ബാലാക്ക് എന്ന വിജാതീയനായ രാജാവ് ബാലാം എന്ന ദുർമന്ത്രവാദിയെ കൊണ്ടുവരുന്നു. വിശുദ്ധ ബൈബിൾ 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് തുടങ്ങുമ്പോ അത് അനുഗ്രഹമായിട്ടാണ് മാറുന്നത്. അവന്റെ നാവിൽ നിന്നും അനുഗ്രഹ വർഷങ്ങൾ പുറത്തേക്ക് വരുന്നു. കാരണം ദൈവത്തിന്റെ സ്വന്തം ജനത്തെ, ദൈവത്തിന്റെ മക്കളെ ആർക്കും ശപിച്ച തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, നിയമജ്ഞരും ഫരീസയരും വന്നുകൊണ്ട് യേശുവിനോട് ചോദിക്കുകയാണ്, നീ ഇതെല്ലാം ചെയ്യുന്നത് എന്ത് അധികാരത്തിലാണ്? ആരാണ് നിനക്കിതിനുള്ള അധികാരം നൽകിയിരിക്കുന്നത്? അപ്പോൾ യേശു ഒരു മറുചോദ്യം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, യോഹന്നാനെ അയച്ചത് ആരാണ്? ദൈവമാണോ അതോ മനുഷ്യനാണോ? അവൻ വന്നത് സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ എന്ന ഈ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർ യേശുവിന്റെ മേൽ എങ്ങനെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം കൊടുക്കാനായിട്ട് പറ്റാതെ വരുമ്പോ തങ്ങൾക്ക് അറിയില്ല എന്ന അവരുടെ ഉത്തരത്തിന് യേശു പറയുന്നു, ഞാനും എന്ത് അധികാരത്തോടു കൂടെയാണ് ഇവയെല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങളും അറിയേണ്ട എന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. അതുകൊണ്ട് ആർക്കും നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഒന്നാം വായനയിൽ നമ്മൾ കണ്ടില്ലേ, ഇസ്രായേൽ മക്കളെ ശപിച്ചു പരാജയപ്പെടുത്താൻ വരുന്ന ബാലാം അവന്റെ നാവ് തുറക്കുമ്പോ ശാപവാക്കുകൾ അനുഗ്രഹ വാക്കുകളായിട്ട് മാറുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇടർച്ചകളും കുറവുകളുമൊക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. ഈ ആഗമന കാലത്തിലായിരിക്കുമ്പോ ഈശോയെ, നീ എന്റെ കൂടെയുള്ള ഇമ്മാനുവേലായ ദൈവമാണെന്ന ആ വലിയ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നേ ദിവസം ഈ ആരാധനയിൽ കടബാധിത മൂലം വിഷമിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠന സംബന്ധമായി, ജോലി സംബന്ധമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന എല്ലാ മക്കളെ ഈശോയെ നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടുപണി പൂർത്തീകരിക്കപ്പെടാതെ വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ, അവിടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.